വെൽക്കം ടു മൈ ചാനൽ സ്നേഷാം വ്ലോഗ്സ്. സോ നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 4 ആണെന്ന്. സോ ഞാനൊരു സൺഡേ വായിക്കാൻ പറ്റിയില്ല, അപ്പം നമുക്ക് ഇന്ന് കുറച്ചധികം വായിക്കാം, കുറച്ചധികം പേജസ്. എനിക്കെപ്പം മടുക്കുന്നു അതുവരെ നമുക്ക് ഈ ബുക്ക് നമ്മളിന്ന് വായിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വായിക്കുന്നത് ഓഷോയുടെ ദ ബുക്ക് ഓഫ് വുമൻ ആണ്. പരിഭാഷ ചെയ്ത സ്ത്രീ എന്ന ബുക്കാണ് വായിക്കുന്നത്. പരിഭാഷ ചെയ്തത് KPA സമത്ത്. സോ നമുക്കപ്പോൾ നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പേജിൽ ഹിന്ദു ചെക്കിനാട്ടത്. സോ നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് ആണ് വായിക്കാറ് അല്ലേ, അതുപോലെ തന്നെ ചെയ്യാം. സ്ത്രീ ഒരു പ്രണയം കൊണ്ട് തന്നെ സംതൃപ്തയാണ്, അങ്ങേയറ്റം സമ്പൂർണ്ണയാണ്. സ്ത്രീ പുരുഷന്റെ ശരീരമല്ല നോക്കുന്നത്, അവന്റെ ആന്തരിക ഗുണങ്ങളെയാണ്. പേശീബലമുള്ള ഒരുത്തനെയല്ല സ്ത്രീ പ്രണയിച്ചു പോകുന്നത്. അവളുടെ പ്രണയം ഉണരുന്നത് വ്യക്തിപ്രഭാവമുള്ള നിർവചിക്കാനാകാത്ത വിധം ആകർഷകത്വമുള്ള, കൂടുതൽ അറിയാൻ ആഗ്രഹമുണരും വിധം നിഗൂഢതയുള്ള ഒരുത്തനോടാണ്. ലൈംഗികതയുടെ കാര്യത്തിൽ പുരുഷൻ വളരെ ബലഹീനനാണ്. അവന് ഒരു നേരം ഒരു രതിമൂർച്ചയെ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ പെണ്ണിന് ഒരേ വേഴ്ചയിൽ അനേകം രതിമൂർച്ചകൾ അനുഭവിക്കാൻ കഴിയും. പുരുഷന്റെ രതിമൂർച്ച അവന്റെ ജനനേന്ദ്രിയങ്ങളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ സ്ത്രീയുടെ ശരീരമാകെ തന്നെയും ലൈംഗികമാണ്. അതുകൊണ്ട് പുരുഷന്റേതിനേക്കാൾ 1000 മടങ്ങ് അഗാധമായ, തീവ്രമായ, സമ്പന്നമായ രതിമൂർച്ച അവൾക്ക് അനുഭവിക്കാനാകും. അതിനവളെ ശാരീരികമായി ഉണർത്തേണ്ടതുണ്ട്. പക്ഷേ പുരുഷൻ അതിൽ താല്പര്യമില്ല. തന്റെ ലൈംഗിക മുറുക്കങ്ങൾ ശമിപ്പിക്കാനുള്ള ഉപകരണമായാണ് പുരുഷൻ സ്ത്രീയെ ഉപയോഗിക്കുന്നത്. പുരുഷന് അവസാനിക്കുമ്പോൾ സ്ത്രീക്ക് തുടങ്ങിയിട്ടുണ്ടാവില്ല. പണി പൂർത്തിയായ ഉടനെ പുരുഷൻ തിരിഞ്ഞു കിടക്കുന്നു. ലൈംഗിക വീഴ്ച അവന് സുഖനിദ്രയ്ക്കുള്ള ഉപാധിയാണ്. മുറുക്കമൊക്കെ അയഞ്ഞ് വിശ്രാന്തമായി സുഖകരമായ നിദ്ര. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും കരഞ്ഞിട്ടുണ്ടാവണം. ആക്ച്വലി ഞാനിത് ഇങ്ങനെയൊക്കെ എഴുതിയൊരു ബുക്കാന്ന് അറിഞ്ഞിട്ടല്ല ഞാനിത് എടുത്തത്. ഞാൻ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവർ പേജ് നോക്കി ഞാൻ എടുത്തു എന്നുള്ളൂ. പ്രത്യേകിച്ച് ആം എ വുമൻ, ഞാൻ ഈ സ്ത്രീ എന്ന് കണ്ടപ്പോൾ ചാടിയത് എടുത്തു, പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഇതൊന്നും ഒരു നാണക്കേട് വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. എന്നാലും ഇത് ഒട്ടുമിക്ക ആരും തന്നെ ചർച്ച ചെയ്യപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഒരു കപ്പിൾസിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനെ തുടർന്നുള്ള കുറച്ച് ആരും പൊതുവെ അല്ലെങ്കിൽ പബ്ലിക്കലി സംസാരിക്കാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇവിടെ വരെ നമ്മളെത്തി. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എന്തൊക്കെ വന്നാലും, എന്തൊക്കെ വായിക്കേണ്ടി വന്നാലും. ഇതൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അങ്ങനെ തോന്നുന്നവരുണ്ട് കേട്ടോ. കാരണം ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓർത്തു. ഞാൻ ഫ്രണ്ടിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. ആളെ പറ്റി പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ആൾ പണ്ട് പറഞ്ഞതാണ്, ആൾക്ക് സെക്സിനോടൊന്നും താല്പര്യമില്ല, ഞാൻ അങ്ങനത്തെ ടൈപ്പല്ല, എനിക്കത് വേണ്ട, എനിക്ക് കുട്ടി ഉണ്ടാവാൻ പ്രഗ്നൻ്റ് ആവാൻ ഇഷ്ടമില്ല, ആൾക്ക് അതും ആവണ്ട, എന്നാൽ അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട, ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉള്ള ഇഷ്ടങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. സോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ. സോ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട് എന്നുള്ള ഒരു ഭാഗമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അറിയാത്ത അല്ലെങ്കിൽ ഞാൻ അറിയാതെ പോയി കഴിഞ്ഞ, അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ അല്ലാത്ത അല്ലേ, എല്ലാവരും യുണീക്കാണ്. ഒരാളെ പോലെ തന്നെ മറ്റൊരാൾ ഇല്ല, എല്ലാവരും യുണീക്കാണ്. സോ ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. ഒന്നും എങ്ങും എത്തിയിട്ടില്ല. ഒരു എന്താ പറയുക, ഒരു എൻഡില്ല. നമ്മുടെ അറിവുകൾക്കൊന്നും ഒരു എൻഡില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ആരും ചർച്ച ചെയ്യപ്പെടാതെ സീക്രട്ടായിട്ട് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അവൾ തുടങ്ങിയിട്ടില്ല, അവളുടെ ശരീരം ഉണർന്നിട്ടില്ല. അവൾ ഉപയോഗിക്കപ്പെടുക മാത്രമാണ് ഉണ്ടായത്. വെറും വസ്തുവായി, ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മ്ലേച്ഛമായ കാര്യം. അവളെ ഉപയോഗിച്ചതിന് പുരുഷനോട് അവൾക്ക് പൊറുക്കാനാവില്ല. സ്ത്രീയെ കൂടി രതിമൂർച്ചയിലെ പങ്കാളിയാക്കാൻ പുരുഷൻ ബാഹ്യകേളികൾ പഠിക്കേണ്ടതുണ്ട്. തൃപ്തിപ്പെടാതിരിക്കാൻ പഠിക്കേണ്ടതുണ്ട്. മൈഥുനം ഒരു കലയാക്കേണ്ടതുണ്ട്. അതിന് കിടപ്പറ പ്രണയത്തിന്റെ ശ്രീകോവിലാകണം. സുഗന്ധദ്രവ്യങ്ങൾ എരിയുന്ന മെഴുകുതിരിയുടെ സൗമ്യമായ പ്രകാശമുള്ള ഇടം. ഹൃദ്യവും
ആഹ്ലാദ നിർഭരവുമായ ഒരു മൂഡിലായിരിക്കണം അവൻ അവളെ സമീപിക്കേണ്ടത്. അപ്പോൾ അവന് അവളുമായി അത് പങ്കുവയ്ക്കാനാകും. സാധാരണ സംഭവിക്കുന്നതല്ല. കലഹിച്ചു കലങ്ങിയ മനസ്സുമായാണ് ആണും പെണ്ണും സംഭോഗത്തിൽ ഏർപ്പെടുന്നത്. അത് രതിയെ വിഷലിപ്തമാക്കുന്നു. എല്ലാ കലഹങ്ങളും അവസാനിച്ചതായുള്ള ഉടമ്പടി ആയിരിക്കണം വേഴ്ച. ചുരുങ്ങിയത് ആ രാത്രിയെങ്കിലും. ചിത്രകാരൻ ചായം നൽകുന്നത് പോലെയാവണം പുരുഷൻ വേഴ്ചയിൽ ഏർപ്പെടേണ്ടത്. അല്ലെങ്കിൽ കവി കവിത എഴുതുന്ന പോലെ. സ്ത്രീയുടെ ശരീരം ഒരു സംഗീതോപകരണമായി അവന് കാണാൻ കഴിയണം. അവൻ അവളോടൊത്ത് പാടുന്നു, നൃത്തം ചെയ്യുന്നു. ഹൃദ്യമായ സംഗീതം ആ പ്രണയകോവിലിൽ പരന്നൊഴുകുന്നു. വേഴ്ച പവിത്രമായ ഒരു കർമ്മമായിരിക്കണം. അപ്പോൾ അത് അതീന്ദ്രിയമെന്ന പ്രതിഭാസത്തിലേക്കുള്ള വാതിൽ തുറക്കും. വേഴ്ച ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നതാകരുത്. ഒരു ഉദ്യമമാവരുത്. നിങ്ങൾ തമ്പുരുമീട്ടുന്നു, പാടുന്നു, നൃത്തം ചെയ്യുന്നു, സുഖിക്കുന്നു, രസിക്കുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായി അത് സംഭവിക്കുമ്പോൾ അത് അത്യന്തം മനോഹരമാകുന്നു, ആനന്ദകരമാകുന്നു. വേഴ്ച സംഭവിക്കുമ്പോൾ അതിന് സൗന്ദര്യമുണ്ട്. സംഭവിപ്പിക്കുമ്പോൾ അത് അത്യന്തം വികൃതമാണ്. സോ നമ്മൾ കണ്ടിന്യൂ ആണ്. നെക്സ്റ്റ് പേജ് എടുക്കുകയാണ്. പുരുഷൻ സ്ത്രീയുടെ മുകളിലായി രതിയിൽ ഏർപ്പെടുന്നതിന് മിഷനറി പോസ്ചർ എന്ന് പറയും. വലിപ്പവും ഭാരവും പേശീബലവും കൂടുതലുള്ള പുരുഷൻ പേലവമായ ശരീരത്തെ ഞെരിച്ചമർത്തുന്നു. പുരുഷന്റെ ഭാരത്തിനടിയിൽ അമർന്ന സ്ത്രീക്ക് ചലന സ്വാതന്ത്ര്യമില്ല. പുരുഷൻ മാത്രം ചലിക്കുന്നു. നിമിഷങ്ങൾക്കകം അവന് രതിമൂർച്ച അനുഭവപ്പെടുന്നു. പെണ്ണിന് കണ്ണീരൊഴുക്കേണ്ടി വരുന്നു. അവൾ അതിലെ പങ്കാളിയാണ്. പക്ഷെ പങ്കുചേരാൻ ഇടം ലഭിച്ചില്ല. ഉപയോഗിക്കപ്പെടുക മാത്രമാണ് ഉണ്ടായത്. പൗരസ്ത്യർ ഈ വൈകൃതം നേരത്തെ തിരിച്ചറിഞ്ഞു. അവരുടെ രീതി നേരെ വിപരീതമായിരുന്നു. സ്ത്രീ മുകളിലാകുമ്പോൾ അവൾക്ക് കൂടുതൽ ചലന സ്വാതന്ത്ര്യം ലഭിക്കുന്നു, പുരുഷന് കുറവും. ഇത് അവരുടെ രതിമൂർച്ചയെ അടുപ്പിച്ചുകൊണ്ടുവരുന്നു. രതിമൂർച്ച രണ്ടുപേരും ഒന്നിച്ചനുഭവിക്കുമ്പോൾ അത് മറ്റൊരു ലോകത്തെ അവസ്ഥയായി മാറുന്നു. അത് സമാധിയുടെ ആദ്യത്തെ തിരനോട്ടമാണ്. മനുഷ്യൻ ശരീരമല്ലെന്നതിന്റെ മിന്നൊളിയാണ്. ആ അവസ്ഥയിൽ രണ്ടുപേരും ശരീരം മറക്കുന്നു, ഈ ലോകം മറക്കുന്നു. ആ അവസ്ഥയിൽ രണ്ടുപേരും ശരീരം മറക്കുന്നു, ഈ ലോകം മറക്കുന്നു. അതുവരെ അറിയാത്ത ഒരു തലത്തിലേക്ക് ഉയരുന്നു. പെണ്ണിന് ഒരു വേഴ്ചയിൽ ഒന്നിലേറെ രതിമൂർച്ച അനുഭവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പുരുഷൻ പരമാവധി പതുക്കെയാവേണ്ടതുണ്ട്. എന്നാൽ അവൻ എന്തിനും ധൃതിയാണ്. അത് ബന്ധത്തെ ആകെ തന്നെ നശിപ്പിക്കുന്നു എന്നതാണ് ദുഃഖസത്യം. സ്ത്രീയെ അവളുടെ നിരവധി രതിമൂർച്ചകൾ അറിയാൻ അനുവദിച്ചുകൊണ്ട് അതിന്റെ പാരമ്യതയിൽ വേണം പുരുഷൻ രതിമൂർച്ച ആർജിക്കാൻ. അത് പരസ്പര ധാരണ എന്ന ലളിതമായ കാര്യമാണ്. ഇവയൊക്കെയും സ്വാഭാവിക വ്യത്യാസങ്ങളാണ്. ഇവയ്ക്ക് കണ്ടീഷനിങ്ങുമായി ബന്ധമൊന്നുമില്ല. ഇതല്ലാത്ത വ്യത്യസ്തങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, സ്ത്രീ പുരുഷനേക്കാൾ സുഖടിതയാണ്, കൂടുതൽ സമചിത്തയാണ്, കൂടുതൽ ക്ഷമാശീലയാണ്, കാത്തിരിക്കാൻ കഴിവുള്ളവളാണ്. ഒരുപക്ഷെ ഈ ഗുണങ്ങൾ കാരണമാകാം അവൾക്ക് കൂടുതൽ രോഗപ്രതിരോധ ശക്തിയുള്ളത്, പുരുഷനേക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നത്. തന്റെ സമചിത്തതയും മൃദുലതയും കൊണ്ട് പെണ്ണിന് പുരുഷന്റെ ജീവിതത്തിന് വളരെയേറെ നിറവും നൽകാൻ കഴിയും. പ്രശാന്തവും സുഖതവുമായ ഒരു വാതാവരണമായി അവന്റെ ജീവിതത്തെ പൊതിഞ്ഞു നിൽക്കാനാകും. പക്ഷെ പുരുഷൻ ഭയക്കുകയാണ്. അവൻ സ്ത്രീത്വം കൊണ്ട് പൊതിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ തനിക്കു ചുറ്റും സുഗതവുമായ ഒരു ഊഷ്മളത സൃഷ്ടിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതുതന്നെ പരതന്ത്രനാക്കുമെന്ന് അവൻ ഭയപ്പെടുന്നു. അതുകാരണം യുഗങ്ങളായി അവൻ അവളെ ഒരകലത്തിൽ നിർത്തുന്നു. ഉള്ളിന്റെ ഉള്ളിൽ അവനറിയാം അവൾ തന്നേക്കാൾ ഉന്നതയാണെന്ന്. അവൾ ജന്മം കൊടുക്കുന്നു. പ്രകൃതി അവളെയാണതിന് തിരഞ്ഞെടുത്തത്, അവനെയല്ല. അതും അവനെ ഭയപ്പെടുത്തുന്നു. പ്രത്യുൽപാദന കാര്യത്തിൽ പുരുഷന്റെ പങ്ക് ഏറെക്കുറെ വട്ടപൂജ്യമാണ്. ഈ അധമാവസ്ഥയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അവൻ അവളുടെ ചിറകരിഞ്ഞു. അവളോട് കാലികളോടെന്ന പോലെ ചിലപ്പോൾ അതിലും മോശമായി പെരുമാറി. ചൈനയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പെണ്ണിന് ആത്മാവുണ്ടെന്ന് കണക്കാക്കിയിരുന്നില്ല. അതുകൊണ്ട് ഭർത്താവിന് ഭാര്യയെ കൊല്ലാം. നിയമം ഇടപെടില്ല. അവൾ അവന്റെ സ്വത്താണ്. അവൻ ഉപയോഗിക്കാനുള്ളതാണ്. സ്വന്തം വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുന്നത് കുറ്റകരമല്ലാത്തതുപോലെ ഭാര്യയെ കൈകാര്യം ചെയ്യുന്നതും കുറ്റകരമല്ല. പെണ്ണിന് ആത്മാവില്ലെന്ന ഈ നിലപാടാണ് പരമമായ അപമാനം. പുരുഷൻ പെണ്ണിന് വിദ്യാഭ്യാസം നിഷേധിച്ചു, സാമ്പത്തിക സ്വാതന്ത്ര്യം നിഷേധിച്ചു, അവളുടെ സാമൂഹികമായ ചലനാത്മകത നശിപ്പിച്ചു.
അവൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ആയിരിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് യുഗങ്ങളായി പെണ്ണിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. മുസ്ലിം സ്ത്രീകൾക്ക് മുഖം കൂടി മറക്കേണ്ടി വന്നു. അതാകുമ്പോൾ അവളുടെ മുഖകാന്തിയും മിഴികളുടെ ആഴവും ഉടമസ്ഥനല്ലാതെ മറ്റാർക്കും കാണാനാവില്ല. ഹിന്ദു മതത്തിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയ്ക്കും കൂടെ മരിക്കേണ്ടി വന്നു. എത്ര അഗാധമായ അസൂയ! ജീവിതം മുഴുവൻ അവൻ അവളെ സ്വന്തമാക്കി വെച്ചു. മരണശേഷവും അവളെ സ്വന്തമാക്കി നിർത്തണം. അവൻ ഭയക്കുന്നു. അവൾ സുന്ദരിയാണ്. താൻ പോയാൽ അവൾ മറ്റൊരുത്തനെ കണ്ടെത്തും. ഒരുപക്ഷെ തന്നേക്കാൾ കേമനായ ഒരുത്തനെ. ആർക്കറിയാം? അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ സതി എന്ന സമ്പ്രദായം നിലനിന്നു. മനുഷ്യന് സങ്കല്പിക്കാവുന്ന ഏറ്റവും നീചമായ അവസ്ഥ. പുരുഷനാണ് സമൂഹം സൃഷ്ടിച്ചത്. ഈ സമൂഹത്തിൽ പെണ്ണിന് സ്ഥാനമൊന്നുമില്ല. പെണ്ണിനാണെങ്കിൽ അവളുടേതായ നിരവധി ഗുണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പുരുഷന് ബുദ്ധിയുടെ സാധ്യത കൂടുതലാണെങ്കിൽ പെണ്ണിന് സ്നേഹത്തിന്റെ സാധ്യത കൂടുതലാണ്. ഇതിനർത്ഥം പെണ്ണിന് ബുദ്ധിശക്തി കുറവാണെന്നല്ല, അത് പോഷിപ്പിക്കാൻ അവൾക്ക് അവസരം കിട്ടേണ്ടതുണ്ട്. എന്നാൽ സ്നേഹം അങ്ങനെയല്ല, അതവൾക്ക് സഹജമാണ്. അതുപോലെ അവൾക്ക് ദീനാനുകമ്പയും ദയയും കൂടും. മറ്റുള്ളവരുടെ ചേതോ വികാരം ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടും. പുരുഷനും സ്ത്രീയും ഒരു തമ്പുരുവിന്റെ രണ്ടു തന്ത്രികളാണ്. എങ്കിലും രണ്ടിന്റെയും പീഡനാനുഭവം വ്യത്യസ്തമാണ്. ഈ പീഡനത്തിന്റെ കാരണം പക്ഷേ അവർക്കറിയാനാകുന്നില്ല. അതുകൊണ്ട് അവർ പരസ്പരം പക തീർക്കുന്നു. ഒരു സജീവ സമൂഹം സൃഷ്ടിക്കുന്നതിൽ പെണ്ണിന് വളരെയേറെ സഹായിക്കാനാകും. അവൾ പുരുഷനിൽ നിന്ന് വ്യത്യസ്തയാണെന്നേയുള്ളൂ. അത് തുല്യമാണെന്നല്ല. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന് എത്രത്തോളം തുല്യനാണോ അത്രത്തോളം അവളും തുല്യയാണ്. കൂടാതെ അവൾക്ക് അവളുടേതായ കഴിവുകളുണ്ട്. പണം സമ്പാദിച്ചതുകൊണ്ടും ബിസിനസ് സാമ്രാജ്യം വെട്ടിപ്പിടിച്ചതുകൊണ്ടുമായില്ല. അതിലേറെ ആവശ്യം വീടാണ്. പെണ്ണിന് താമസിക്കുന്ന ഇടത്തെ വീടാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അവൾക്കതിനെ സ്നേഹം കൊണ്ടു നിറയ്ക്കാനാകും. പുരുഷന് വീണ്ടും യൗവനമേകാനാകും. ഉപനിഷത്തുകളിൽ നവദമ്പതികൾക്ക് നൽകുന്ന വിചിത്രമായ ഒരു അനുഗ്രഹമുണ്ട്. ദമ്പതികളെ പൊതുവായി അനുഗ്രഹിച്ച ഗുരു പെണ്ണിനെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. നീ 10 മക്കളെ പ്രസവിക്കട്ടെ. 11ാമത്തെ സന്താനം നിന്റെ ഭർത്താവാകട്ടെ. ഭർത്താവിന്റെ അമ്മയാകുന്നില്ലെങ്കിൽ നീ യഥാർത്ഥ ഭാര്യയാകുന്നില്ല. ഇത് വളരെ വിചിത്രമായി തോന്നാം, പക്ഷെ അതിൽ മനഃശാസ്ത്രപരമായ വലിയ ഉൾക്കാഴ്ചയുണ്ട്. ആധുനിക മനഃശാസ്ത്രം കണ്ടെത്തിയതും ഇതുതന്നെയാണ്. പുരുഷൻ സ്ത്രീയിൽ തന്റെ മാതാവിനെ തിരയുന്നു, സ്ത്രീ പുരുഷനിൽ തന്റെ പിതാവിനെയും. എല്ലാ വിവാഹങ്ങളും പരാജയമാകുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഭാര്യയിൽ നിങ്ങളുടെ അമ്മയെ കണ്ടെത്താനാവില്ല. നിങ്ങൾ വിവാഹം ചെയ്ത പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളുടെ അമ്മയായിരിക്കാനല്ല, ഭാര്യയായിരിക്കാനാണ്. നിങ്ങളുടെ പ്രണയ ഭാജനമാവാനാണ്. 6000 വർഷങ്ങളുടെ പഴക്കമുള്ള ഉപനിഷത്ത് ആധുനിക മനഃശാസ്ത്രത്തിലേക്ക് ഉൾക്കാഴ്ച നൽകുകയാണ്. മറ്റെന്തൊക്കെയാകുമ്പോഴും സ്ത്രീ അടിസ്ഥാനപരമായി മാതാവാണ്. പിതാവ് എന്നത് പിന്നീട് ഉണ്ടാക്കിയെടുത്ത സ്ഥാപനമാണ്. അത് സ്വാഭാവികമല്ല. എന്നാൽ മാതാവ് എക്കാലത്തും അനുപേക്ഷണീയമായിരിക്കും. അവർ പരീക്ഷണങ്ങൾ നടത്തി. പുതുതായി പിറന്ന കുഞ്ഞുങ്ങൾക്ക് ആധുനിക സൗകര്യങ്ങളെല്ലാം സജ്ജമാക്കി കൊടുത്തു. ഭക്ഷണം കൊടുത്തു, മരുന്ന് കൊടുത്തു. ശാസ്ത്രത്തിന്റെ എല്ലാ ശാഖകളിൽ നിന്നുമായി പൂർണ്ണതയ്ക്കുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെയും ശോഷിച്ച് മെലിഞ്ഞുണങ്ങി മരിക്കുമെന്നായി. അപ്പോഴവർക്ക് ബോധ്യമായി അമ്മയുടെ ശരീരവും അതിന്റെ ഊഷ്മളതയും ജീവന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന്. പുരുഷന് താൻ സ്ത്രീയേക്കാൾ താഴെയാണെന്ന് തോന്നേണ്ട കാര്യമില്ല. സ്ത്രീയെയും പുരുഷനെയും 2 വ്യത്യസ്ത ഇനങ്ങളായി കാണുന്നതിൽ നിന്നാണ് ഈ തോന്നൽ ഉടലെടുക്കുന്നത്. പുരുഷനും സ്ത്രീയും ഒരേ മാനുഷികതയുടെ ഭാഗങ്ങളാണ്. രണ്ടിന്റെയും ഗുണങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. രണ്ടിനും അന്യോന്യം ആവശ്യമുണ്ട്. രണ്ടും ഒന്നിക്കുമ്പോൾ മാത്രമേ പൂർണ്ണതയുള്ളൂ. പുരുഷനും പെണ്ണിനും അന്യോന്യം തുണയാവാനും അന്യോന്യം അഗാധമായി മെച്ചപ്പെടുത്താനും കഴിയും. നിങ്ങളെ സ്നേഹിക്കുന്ന പെണ്ണിന് നിങ്ങളുടെ സർഗാത്മകതയെ പോഷിപ്പിക്കാനാകും. നാളിതുവരെ സ്വപ്നം കാണാത്ത ഉയരങ്ങളിലേക്ക് നിങ്ങളെ പ്രചോദിതനാക്കാൻ കഴിയും. പകരം അവൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അവൾക്കു നിങ്ങളെ സ്നേഹിച്ചാൽ മതി. അതവളുടെ മൗലിക അവകാശമാണ് താനും. പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കുന്ന മിക്ക കാര്യങ്ങളും സ്വാഭാവികമാണ്. ആ വേർതിരിവ് നിലനിർത്തുകയാണ് ആവശ്യം. ആ വ്യത്യസ്തതയാണ് അവരെ പരസ്പരം ആകർഷിക്കുന്നത്. രണ്ടും ചേർന്ന് ഒരു ജൈവപൂർണതയായി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം രണ്ടും പൂർണ്ണ സ്വതന്ത്ര രൂപമായിരിക്കണം. സ്നേഹം ഒരിക്കലും അടിമത്തമല്ല. സ്നേഹം സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കാനാകും. ഈ ലോകത്തിലെ ഒരു പകുതിക്ക് തന്റെ സംഭാവനകൾ അർപ്പിക്കാൻ അവസരമില്ല.
ആ പകുതിയാണെങ്കിൽ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ മറ്റേ പകുതിയേക്കാൾ കഴിവുറ്റതാണ്. അവസരങ്ങൾ അവൾക്കും കൂടി ലഭിച്ചിരുന്നെങ്കിൽ അത് ഈ ലോകത്തെ സ്വർഗമാക്കി തീർക്കുമായിരുന്നു. സ്ത്രീ തന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് തന്റെ കഴിവുകളും ഗുണങ്ങളും കണ്ടെടുക്കണം, അവ പോഷിപ്പിക്കണം. എങ്കിൽ അവൾക്ക് സുന്ദരമായ ഭാവിയുണ്ട്. പുരുഷനും സ്ത്രീയും തുല്യരല്ലാതെയുമല്ല, അവർ അതുല്യരാണ്. അതുല്യരായ രണ്ട് സത്വങ്ങളുടെ മേളനം ദിവ്യമായ മറ്റൊന്നിന് ആസ്തിത്വം നൽകും. അപ്പൊ നമ്മൾ ഒരു ഭാഗം വായിച്ചു. ഇനി ഇവിടുന്ന് നെക്സ്റ്റ് ഭാഗം തുടങ്ങുകയാണത്. ഇവിടുന്ന് അടുത്ത പോർഷൻ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ഇവിടെ വരെ വായിച്ചു, ഇത് എൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വരെ ആളം വയ്ക്കാം. അപ്പൊ നമ്മളിപ്പോ വായിക്കുന്നത് ഓഷോയുടെ ദ ബുക്ക് ഓഫ് വുമൻ ആണ്. പരിഭാഷ ചെയ്തത് KPA സമ്മതാണ്. സ്ത്രീ എന്നാണ് മലയാളത്തിലെ ഈ ബുക്കിന്റെ നാമം, പേര്. അപ്പോ ഇപ്പൊ ഞാൻ വായിച്ചു നിർത്തി എന്താ, സ്ത്രീയും പുരുഷനും തുല്യരല്ല, അതുല്യരാണ് അല്ലെ. തുല്യരുമല്ല തുല്യരല്ലാതെയുമല്ല, അങ്ങനെയല്ലേ പറഞ്ഞേ? കൊള്ളാം. വായിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇംപ്രഷൻ അല്ല പകുതി എത്തിയപ്പോ. ചെറിയൊരു പോർഷൻ ആട്ടോ പറയണം. ആ ഒരു പോർഷൻ തീർന്നപ്പോ വേറൊരു ഇംപ്രഷൻ. അപ്പോ ഇനിയുണ്ട് ഒരുപാട് വായിക്കാൻ. ഇപ്പൊ എത്രാമത്തെ പേജ് എത്തി? 17ാമത്തെ പേജ് എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ബുക്ക് വായിച്ച് തീർക്കാനുണ്ട്. വായിച്ച പോർഷനാണിത്, വായിക്കാത്ത പോർഷനാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ദ ബുക്ക് ഓഫ് വുമൻ ബൈ ഓഷോ. ഇത് പരിഭാഷ ചെയ്തത് KPA സമ്മതാണ്. സ്ത്രീ എന്നാണ് ഈ ബുക്കിന്റെ പേര് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മൾ കുറച്ചധികം വായിച്ചിട്ടുണ്ട്. മലയാളം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ് ഫ്രം സ്നേഹ വ്ളോഗ്സ്.